അപ്പയും അമ്മയും എന്തായാലും ഫുള്ള് ക്ഷീണിച്ചിരിക്കുന്നത്. മുഖം കണ്ടാലേ ക്ഷീണിച്ചത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കയറാം. കൂകലും വിളിയൊക്കെ ആട്ടോ. കണ്ടോ, നല്ല കുത്താന സ്റ്റെപ്സ് ആണ് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീനാസ്ലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. അപ്പോൾ നമ്മൾ ഇബ്രാഹിം റോസിൽ നിന്ന് ഇറങ്ങി ഗോൾ ഗുബാസ് കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. നമ്മളിതാ ഗോൾ ഗുബാസിന്റെ അടുത്തെത്തേക്കാണ്. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഗോൾ ഗുബാസ് കാണാം അല്ലേ? എക്സൈറ്റഡ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറെ ഫോട്ടോ എടുക്കണം, കുറെ വീഡിയോ എടുക്കണം, അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ. ഇതാ കാണുന്ന കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. നേരത്തെ പോയ ഇബ്രാഹിം റോസ് പോലെ അല്ല, നല്ല ക്രൗഡഡ് ആണ്. തണൽ നോക്കി എല്ലാവരും നിൽക്കുന്നതാണ്. തണൽ നോക്കി തന്നെ അമ്മയും നിൽക്കുന്നു. അമ്മ ബോസൊക്കെ ചെയ്താ നിൽക്കുന്നേ. ആ കുഞ്ഞിനെ നോക്കി എന്ത് ക്യൂട്ടാത്. നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അവരൊക്കെ എത്തുന്നതിന് മുമ്പ് നേരത്തെ പോയി കാണാം. ഇതാ കാണുന്നതൊക്കെ ഒറിജിനൽ ഓൾഡ് പീരങ്കി ആട്ടോ. എന്റെ ഈ പുറകിൽ കാണുന്ന ആട്ടോ ഗോൾ ഗുബാസ്. ഇതെന്ന് പറയുന്ന ഒരു മിസോളിയമാണ്. അതായത് ആദിൽ ഷാ ഡൈനാസ്റ്റിയുടെ 7ാമത്തെ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് ആദിൽ ഷായുടെ റിമെയിൻസ് ഉള്ളത് ഈ ഒരു മ്യൂസിയത്തിലാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് കാണാം. ഓക്കെ. ഇതാണ് കേട്ടോ ഗോൾ ഗുംബാസ്. അതിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ? നല്ല രസമുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ താഴേക്കുടമുള്ളത് ഈ ഗോൾ ഗുംബാസിലാണ് കേട്ടോ. അതുപോലെ തന്നെ വിസ്പറിംഗ് ഗാലറി എന്ന് പറയുന്ന ഒരു വിസ്മയവും ഈ ഗോൾ ഗുംബാസിലുണ്ടേ. കണ്ടോ, നല്ല കുത്താന സ്റ്റെപ്സ് ആണ് കേട്ടോ. നല്ല കഷ്ടപ്പാടാണ് കയറി വരാനായിട്ട്. അങ്ങനെ കയറി ഞങ്ങൾ ഇവിടെ ക്ഷീണിച്ച് നിൽക്കുവാണ് രണ്ടുപേരും. പിന്നെ കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് കണ്ടോ, ആ ഒരു എന്താ പറയാ, ഇത് കണ്ടോ, ഇത് മൊത്തം നമുക്ക് കയറണം. നമ്മളത് പകുതി വരെ എത്തി അതിന്റെ. നീ കേറാനുണ്ട്. കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു വ്യൂ ഉറപ്പാണ്. ഇപ്പൊ തന്നെ നല്ല വ്യൂ ആണ്. ആൾക്കാരൊക്കെ ക്ഷീണിച്ചത് റെസ്റ്റ് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പയും അമ്മയും എന്തായാലും ഫുള്ള് ക്ഷീണിച്ചിരിക്കുന്നത്. മുഖം കണ്ടാലേ ക്ഷീണിച്ചത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കയറാം. നമ്മളിതാ ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി, നല്ല കുറേ സ്റ്റെപ്പ്, കുത്തനുള്ള സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തേക്കാണ്. മുകളിൽ എന്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ കാഴ്ച. ഞാൻ എന്തായാലും വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പയും അമ്മയൊക്കെ ക്ഷീണിച്ചു. നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു ഇതുപോലെ ഒരു ഇത് കാണുന്നുണ്ട്. പക്ഷെ അത് ദിശ ഇപ്പൊ നമ്മൾ കണ്ട സാധനമാണെങ്കിൽ
ഇബ്രാഹിം റോസി ആണെന്ന് തോന്നുന്നില്ല, കാരണം 2 എണ്ണം വേണ്ടതിന്. 2 എണ്ണം വേണം, 2 എണ്ണം കാണില്ല. ഓക്കെ, വേറെ അവിടെ ഒരെണ്ണുണ്ട് ചെറുത്, അവിടെ അവിടെ ഒന്നാ, അവിടെ ഒന്ന് അവിടെ ഉണ്ട്, അവിടെ എപ്പോഴും കാണാം. അറിയില്ല, നമ്മൾ പോയത് ഏതാണെന്ന് അറിയില്ല. നല്ല ചൂടാട്ടോ, കാലിങ്ങനെ പൊള്ളുന്നു, നല്ല കഷ്ടപ്പാടുകളല്ല. ഈ ഒരു ഡോമിന്റെ അകത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച താഴെ നല്ല ഒച്ചത്തിൽ കേൾക്കൂട്ടോ. ഇതിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോവാ അല്ലേ? നമ്മളെന്ത് വലിയ ഉയരത്തിലാണ് നോക്ക്. നമ്മളിപ്പോൾ വിസ്പറിംഗ് ഗാലറി എന്നറിയപ്പെടുന്ന ഡോമിന്റെ അകത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമ്മൾ എന്ത് സംസാരിച്ചാലും അത് എക്കോ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കുവേ. കൂകലും വിളിയൊക്കെ ആട്ടോ. ആ ഒരു സ്റ്റെപ്പ് മൊത്തം കയറി മുകളിലാട്ടോ പോയിട്ട് വന്നത്. എൻ്റെ പൊന്നെ, നല്ല വിശക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. അത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. നല്ലോണം ക്ഷീണിച്ചു. എന്റെ പുറകെ കാണുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ്. ഇവിടെ കയറുന്നതിന് പ്രത്യേകം വേറെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളത് എടുത്തിട്ടില്ല. പിന്നെ ക്യാമറ എന്തായാലും നമുക്ക് അങ്ങോട്ട് മ്യൂസിയത്തിന്റെ അകത്ത് കയറ്റാനും കഴിയത്തില്ലല്ലോ. ഞങ്ങളത് എടുത്തില്ല. സത്യം പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു വേറെ ടിക്കറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നതെന്ന്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഗോൽ ഗുംബാസ് കണ്ടു. അത് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ ബിൽഡിങ്ങും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം ഇനി എന്തായാലും ഞങ്ങളിതാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ക്ഷീണിച്ച് ആകെ അവശതയായി. ഇനി നല്ല വിശപ്പും ഉണ്ട്. അപ്പം നമുക്ക് ബീജാപ്പൂരിലാണല്ലോ നമ്മൾ. അപ്പോൾ ബീജാപ്പൂരിലെ സ്പെഷ്യൽ ഫുഡായിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണി, ബീജാപ്പൂർ ബിരിയാണി കഴിക്കാൻ പോവാം. സോ ലെറ്റ്സ് ഗോ. ഇതാ നമ്മുടെ ബീജാപ്പൂർ ബിരിയാണി എത്തിയിട്ടുണ്ട്. ബീജാപ്പൂർ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ഒന്നാണെന്നാണ് ഞാൻ ഇവിടെ എത്തി പറഞ്ഞത്. ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ബിരിയാണി കഴിക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇരുന്നിട്ട് അല്ലേ, ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ടോംബ് കണ്ടിട്ട് കഴിക്കാം. അതായത് ആർക്കിയോളജിക്കൽ ക്യാമ്പസ് കണ്ടിട്ട് കഴിക്കാം. ഇവിടെ നിന്നാട്ടോ ബിരിയാണി കഴിച്ചത് ഞങ്ങൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥലം, മറ്റേ ഡെസ്റ്റിനേഷൻ. സോ നമ്മളിതാ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് നല്ലതായിരുന്നു. ബിരിയാണി നമ്മൾ ഇതുവരെ കഴിച്ചതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ഞാൻ പിന്നെ തിന്നുന്നത് കാണിക്കാത്തിരുന്നത് വെറുതെ നിങ്ങൾ കൊതിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. നല്ല ഫുഡായിരുന്നു. വെച്ചാൽ നമുക്ക് സാധാരണ അച്ചാറും പിന്നെ സർലാസും ഒക്കെ അല്ലേ കിട്ടുക. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഗ്രേവിയാണ് തരുന്നത്. ഒരു ചിക്കൻ ഗ്രേവി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അറിയത്തില്ല. ചിക്കൻ ഗ്രേവി ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു മോരും ആണ് കിട്ടിയത്. ആ ഗ്രേവി ബിരിയാണിയിൽ ഒഴിച്ച് കഴിക്കുമ്പം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കഴിച്ച ബിരിയാണി, കേരളത്തിൽ കുറേ ലൈക്ക് ഇപ്പോൾ തിരുവനന്തപുരം ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കണ്ണൂർ ബിരിയാണി എന്ന് പറഞ്ഞ കുറേ ബിരിയാണി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോസും ഒക്കെ കാണുക കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.